രണ്ടാം ലോകമഹായുദ്ധത്തിൽ 6500 ജൂതന്മാരെ രക്ഷിച്ച ബിഷപ്പ് ഒ ഫ്ലാഹെർട്ടിയെ ആദരിച്ച് ഐറിഷ് തപാൽ സ്റ്റാമ്പ്. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് 6500 ജൂതന്മാരെ രക്ഷിച്ച ബിഷപ്പ് ഹ്യൂ ഒ ഫ്ലാഹെർട്ടി പട്ടം സ്വീകരിച്ചതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പുതിയ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഐറിഷ് തപാൽ വകുപ്പ്. 1943 സെപ്റ്റംബർ മുതൽ 1944 ജൂൺ വരെയുള്ള കാലയളവിൽ നാസികളുടെ റോം അധിനിവേശകാലത്ത് നാസി സേനയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയവരെ ഒളിപ്പിക്കുവാൻ ബിഷപ്പ് ഒ ഫ്ലാഹെർട്ടി റോമൻ കൂരിയയിലെ തൻ്റെ സ്ഥാനം ഉപയോഗിച്ചു. 6500 ജൂതന്മാരെ ആശ്രമങ്ങളിലും കോൺവെൻറ്റുകളിലും വത്തിക്കാൻ താമസ സ്ഥലങ്ങളിലും കാസിൽ ഗാൻഡോൾഫയിലും ഒളിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം മാറ്റി. ജർമ്മൻ അധിനിവേശക്കാരെ വത്തിക്കാൻ മണ്ണിലേക്ക് കടത്താതെ അവരോട് അദ്ദേഹം എതിർത്തു നിന്നു. ഒളിച്ചോടിയ ജൂതന്മാരെ ധീരതയോടെയും ധൈര്യത്തോടെയും സ്വാഗതം ചെയ്യുന്നത് നിരാശയോടെയും കോപത്തോടെയും കാണാൻ മാത്രമേ സൈന്യത്തിന് കഴിഞ്ഞുള്ളൂ. ജർമ്മൻകാർക്ക് ബിഷപ്പ് ഒ ഫ്ലാഹെർട്ടി പിടികിട്ടാത്ത നിഗൂഢനായ പ്രകോപനപരനായ ഒരു വ്യക്തിയായിരുന്നു. വത്തിക്കാനിലെ ഏറ്റവും ആവശ്യമുള്ള മനുഷ്യനായി അദ്ദേഹം മാറി. രാത്രിയിൽ വത്തിക്കാന് പുറത്തേക്ക് പോകാനും താൻ സഹായിച്ചവരെ സന്ദർശിക്കാനും അയാൾ വേഷം മാറി സഞ്ചരിച്ചു. നാസികൾ ഒരിക്കലും അദ്ദേഹത്തെ പിടികൂടിയില്ല. റോമിലെ SS കമാൻഡറായിരുന്ന കേണൽ ഹെർബർട്ട് കാപ്ലർ ബിഷപ്പ് ഒ ഫ്ലാഹെർട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ നിരവധി തവണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ യുദ്ധാനന്തരം ആർഡിയറ്റൻ കൂട്ടക്കൊലയിലെ പങ്കിന് കാപ്ലറെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. റോമിന് പുറത്തുള്ള ഗെയ്റ്റ ജയിലിലെ അദ്ദേഹത്തിൻ്റെ ഏക സന്ദർശകനായിരുന്നു ബിഷപ്പ് ഒ ഫ്ലാഹെർട്ടി. എല്ലാ മാസവും കേണലിനെ അദ്ദേഹം സന്ദർശിക്കാറുണ്ടായിരുന്നു. 1959 കാപ്ലർ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. ഒ ഫ്ലാഹെർട്ടി അയർലൻഡിലെ കൗണ്ടി കോർക്കിലാണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബം കില്ലാർണിയിലേക്ക് താമസം മാറ്റി. അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവ് കില്ലാർണി ഗോൾഫ് ക്ലബിൻ്റെ കാര്യസ്ഥനായിരുന്നു. അവിടെ യുവ ഒ ഫ്ലാഹെർട്ടി ഒരു സ്ക്രാച്ച് ഹാൻഡിക്യാപ്പ് ഗോൾഫ് കളിക്കാരനായിരുന്നു. 1925 റോമിൽ വെച്ച് പട്ടം സ്വീകരിച്ചതിന് ശേഷം ഈജിപ്ത്, ഹെയ്ത്തി, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ചെക്കോസ്ലോവാക്യ എന്നിവിടങ്ങളിൽ വത്തിക്കാൻ നയതന്ത്രജ്ഞനായി സേവനമനുഷ്ഠിച്ച് റോമിലേക്ക് മടങ്ങി. വത്തിക്കാൻ ഓഫീസിൽ ഒരു സ്ഥാനം വഹിച്ചു.